വെൽക്കം ടു ഫാത്തിമാസ് കിച്ചൻ. ഇന്ന് നമുക്ക് ഡേറ്റ്സ് പുഡിംഗ് തയ്യാറാക്കിയെടുക്കാം. ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു പുഡിംഗ് ആണ്, എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിംഗുമാണ്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്: ചൂടുവെള്ളത്തിൽ അരമണിക്കൂർ കുതിർത്ത് വെച്ച ഡേറ്റ്സ് 20 എണ്ണം, 2 ഗ്ലാസ് പാല്, 1 കപ്പ് ഫ്രഷ് ക്രീം, 1 ടിൻ കണ്ടൻസ്ഡ് മിൽക്ക്, 1/4 കപ്പ് ഐസ് വാട്ടർ, 10 ഗ്രാം ജെലാറ്റിൻ. നമുക്ക് ആദ്യം ജെലാറ്റിൻ ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം. ഇതിലേക്ക് 1/4 കപ്പ് ഐസ് വാട്ടർ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്കൊരു 5 മിനിറ്റ് മാറ്റി വെക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ജാർ എടുത്ത് വെക്കാം. മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ആദ്യം ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. ഫ്രഷ് ക്രീമിന് പകരമായിട്ട് വിപ്പിംഗ് ക്രീമും ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുതിർത്ത് വെച്ച കുരു കളഞ്ഞ ഡേറ്റ്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഷുഗറൊന്നും ആഡ് ചെയ്യുന്നില്ല, കാരണം 1 ടിൻ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കുന്നത്. ഇതിലേക്ക് ഒരൽപ്പം പാൽ ചേർത്തിട്ട് ആദ്യം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ബാക്കി പാലും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ജെലാറ്റിൻ ഒന്ന് ഉരുക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ ജെലറ്റിൻ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ബ്ലെൻഡ് ചെയ്ത് വെച്ച ഡേറ്റ്സ് കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഈ കൂട്ട് നമുക്കൊരു പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കൊരു 3 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് മാറ്റി സെറ്റ് ചെയ്തെടുക്കാം. 3 മണിക്കൂറിന് ശേഷം ഞാനിവിടെ ബദാം പൊടിച്ചത് ഇതിലേക്ക് സ്പ്രിങ്കിൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഓരോരുത്തരുടെ മനോധർമ്മം അനുസരിച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ് പുഡിംഗ്. ഞാനിപ്പോൾ ഇവിടെ ഡേറ്റ്സ് ഫ്ലവറാക്കി വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇപ്പൊ നമ്മുടെ യമ്മി ഡേറ്റ്സ് പുഡിംഗ് തയ്യാറായിട്ടുണ്ട്. എല്ലാവരും പരീക്ഷിച്ചു നോക്കുക. ഇനിയും നല്ല നല്ല റെസിപ്പികൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.